നമസ്കാരം ക്രിക്കറ്റ് പ്രേമികളെ. ഇന്നലെ അഹമ്മദാബാദിൽ നമ്മൾ കണ്ടത് ഒരു വമ്പൻ തിരിച്ചുവരവാണ്. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി മറ്റാരുമല്ല, അത് യുവതാരം തിലക് വർമ്മയാണ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് തിലക് വർമ്മയുടെ ആ ക്ലാസിക് ഇന്നിംഗ്സിനെക്കുറിച്ചാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈയുടെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. തഗിസോ റബാഡയുടെ തകർപ്പൻ സ്പെല്ലിൽ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞു. 46 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ പതറുമ്പോഴാണ് തിലക് ക്രീസിലെത്തുന്നത്. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ തിലക് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു. ആദ്യ 22 പന്തിൽ വെറും 19 റൺസായിരുന്നു തിലകിന്റെ സമ്പാദ്യം. ഗുജറാത്ത് ബൗളർമാർ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ സ്ട്രാറ്റജിക് ടൈമൗട്ടിലാണ് കളി മാറിയത്. അവിടെ വെച്ച് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നൽകിയ ഉപദേശമാണോ അതോ തിലകിന്റെ ഉള്ളിലെ വാശിയാണോ എന്നറിയില്ല. ടൈമൗട്ടിന് ശേഷം കണ്ടത് മറ്റൊരു തിലക് വർമ്മയെയാണ്. പ്രസീദ് കൃഷ്ണയെയും അശോക് ശർമ്മയെയും അദ്ദേഹം തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ആദ്യ 22 പന്തിൽ 19 റൺസ് എടുത്ത താരം അടുത്ത 23 പന്തിൽ ഭാവി സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഗൗരവമേറിയ 2026 ലോകകപ്പ് എന്റെ അവസാനത്തെ ലോകകപ്പായിരിക്കും. സ്കോറിലേക്ക് 34-ാം വയസ്സിൽ നിൽക്കുന്ന നെയ്മർക്ക് മത്സരത്തിലെ കരിയറിലെ ഏക അപൂർണതയായ ലോകകപ്പ് കിരീടം നേടാൻ ലഭിക്കുന്ന അവസാനത്തെ സുവർണ അവസരമാണിത്. 45 ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം 79 ഗോളുകൾ എന്ന റെക്കോർഡുണ്ടെങ്കിലും ഒരു വേൾഡ് കപ്പ് മെഡൽ ഇല്ലാതെ ബൂട്ടഴിക്കാൻ നെയ്മർ ആഗ്രഹിക്കുന്നില്ല. സാന്റോസിലെ മികച്ച പ്രകടനം തുടർന്നാൽ അദ്ദേഹം ലോകകപ്പ് ടീമിൽ ഉറപ്പായും ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ ലോകത്തെ സംസാരം. എങ്കിലും കാര്യങ്ങളത്ര എളുപ്പമല്ല. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ തുടങ്ങിയ യുവതാരങ്ങൾ ബ്രസീൽ നിരയിൽ കരുത്തരായി മാറിക്കഴിഞ്ഞു. പരിക്കിന്റെ ലക്ഷണങ്ങൾ ഇനിയും നെയ്മറെ അലട്ടുകയാണെങ്കിൽ ആഞ്ചലോട്ടി നെയ്മറെ ഒരു സൂപ്പർ സബ്ബായി മാത്രം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ. മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി എന്നിവരാണ് എതിരാളികൾ. ഈ ഘട്ടത്തിൽ നെയ്മറെ പോലൊരു സീനിയർ താരത്തിന്റെ സാന്നിധ്യം ടീമിന് മാനസികമായ കരുത്ത് നൽകുമെന്നതിൽ തർക്കമില്ല.